ഹായ് ഹലോ അസ്സലാമലൈക്കും. ഷാദിസ് ഖാൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഒരു ഹൽദി പരിപാടിൻ്റെ വ്ളോഗായിട്ടാണ് കേട്ടോ. ഹൽദി വ്ളോഗ് എന്ന് വെച്ചാൽ സിലുവിൻ്റെ കല്യാണമാണ് ഒക്ടോബർ 26 അതായത് എൻ്റെ രാമനാട്ടത്തെ നാത്തുവിൻ്റെ പേരക്കുട്ടി ഫാസിൻ്റെ മോളെ നിക്കാഹിൻ്റെ 2 വർഷമായിട്ട്. അപ്പോൾ കല്യാണമാണ് 26. അപ്പോൾ ഓളെ കല്യാണം സംബന്ധിച്ചുള്ളൊരു ഹൽദി പരിപാടി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ ഇപ്പോൾ ഹൽദി പരിപാടി ഇങ്ങനെ ഞാൻ കഴിക്കണമെന്ന്. അപ്പോൾ ഓളെപ്പൊക്കെ ഇതിനോടൊന്നും വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇപ്പോൾ കഴിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഓൾക്ക് ഇങ്ങനെ ഇപ്പോൾ എല്ലാവരും കഴിക്കുന്നത് കാണുമ്പോൾ മക്കൾക്ക് ഒരു പൂതിയാണല്ലോ. അപ്പോൾ ആ പൂതിക്ക് ഞാൻ നിന്നൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ എനിക്കും അങ്ങനെ മക്കളെ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ഒരു അവസരം ഒരുക്കി കൊടുത്തതാണ്. ഇങ്ങനെ വാസിയും സീലൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും ഇങ്ങോട്ട് വിളിക്കും വേണം, ഓരോടും ഇങ്ങോട്ട് ഒരു ദിവസം വരാൻ പറയണമെന്ന് വിചാരിച്ചതുമാണ്. പിന്നെ പ്രത്യേകിച്ച് ഇവിടെ ഓഡിറ്റോറിയം ഉണ്ട്, നമുക്ക് ഫോട്ടോസും വീഡിയോസും എടുക്കാനും ഓഡിറ്റോറിയത്തിന് മുറ്റത്തു നിന്നൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. ഓഡിറ്റോറിയത്തിൽ നിന്ന് എടുക്കാനില്ല കേട്ടോ, ഓഡിറ്റോറിയത്തിന് മുറ്റത്ത് നമുക്ക് നല്ലൊരു സ്ഥലങ്ങളുണ്ടാവല്ലോ, ഗാർഡനും കാര്യങ്ങളൊക്കെ ഉള്ളിടത്തു നിന്നൊക്കെ വീഡിയോസ് ഫോട്ടോസ് എടുക്കാൻ നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ അവിടുന്ന് എടുക്കും ചെയ്യാം, അങ്ങനെ ഒരു സ്ഥലം ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതിനുള്ള ഒരുക്കാണ്. അപ്പോൾ പിന്നെ ഓളിലും രാനട്ടക്കാരെല്ലാവരും വരും. പിന്നെ മൊക്കൊന്നും വെയ്യ എന്നാലും വരില്ല എന്നൊക്കെ പറഞ്ഞു. ഓള് വരില്ല എന്ന് പറഞ്ഞ വാസി നിർബന്ധിച്ചിരുന്നു. തത്തയും വരില്ല പറഞ്ഞു. കാരണം നല്ല തലങ്കിയാക്ക അന്ന് ഹോസ്പിറ്റലിൽ ഇതൊക്കെ പറയുന്ന സമയത്ത്. അപ്പോൾ പിന്നെ അതിൻ്റെ തലേ ദിവസം കേട്ടോ നല്ല തലങ്കിയാക്ക ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയത്. അപ്പോൾ തതയും വരില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വാസി നിർബന്ധിച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ കൊൽക്കത്ത മക്കൾ ബുഷി, മെസീറ, പൊന്നു, മുത്തു, മോൾട്ടി ഇങ്ങനെ എല്ലാവരും ഉണ്ട്. പിന്നെ താത്തൻ്റെ കൊൽക്കത്താൻ്റെ മരുവോൾ വീനും ഉണ്ട് കേട്ടോ. പിന്നെ ഇതിലില്ലാത്ത രാമനാട്ടക്കാരും പൂവാട്ടുപറമ്പുകാരാണ്. വാട്ടുകുളത്തുള്ള താത്തൻ്റെ അടുത്തോലും ഇല്ല. പ്രത്യേകിച്ച് അവിടേക്ക് അങ്ങനെ പ്രത്യേകം വിളിച്ചു പറഞ്ഞു. പിന്നെ കുറച്ച് ദൂരമല്ലോ അവർക്ക് വരാനൊക്കെ. അങ്ങനെ സിനുവിനും ഫിനുവിനും ഞാൻ ഫിനു പറഞ്ഞാൽ ഓലോട് ഞാൻ പറഞ്ഞു കേട്ടോ, മോൻ്റെ മക്കളാണ്. ഓലോട് ഞാനും പറഞ്ഞു, ഓളും പറഞ്ഞു. പിന്നെ ഓൾക്ക് എന്താ എക്സാമോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഓൾക്ക് വരാൻ പറ്റിയിട്ടില്ല. പിന്നെ മറ്റവരോടൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ, ദൂരാണല്ലോ, ആണുങ്ങളൊക്കെ വേണം ഓൾക്ക് വരണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ ഓരോടും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇനി പിന്നെ അതിന് നല്ലത്തെ താത്തനോട് ഞാൻ അങ്ങനെ ഇതിന് മുന്നേ നമ്മൾ പറഞ്ഞു. അപ്പം നല്ലത്തെ താത്തക്ക് അളിയനെ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് പിറ്റേ ദിവസമാണ്. പിന്നെ അളിയനെ വയ്യാതെ വന്നല്ലോ, അപ്പോൾ ഇതല്ലല്ലോ വലുത്. അപ്പോൾ എന്നാലും മക്കളെയും പറഞ്ഞേക്കാൻ അതും കഴിഞ്ഞില്ല. അവൻ വാഷിക്കിൻ്റെ പെണ്ണുങ്ങൾ ഗൾഫിക്ക് പോവുകയാണ്. അപ്പോൾ ഓള് പോണതിന് മുന്നേ ആക്കണം എന്നും വാസീൻ്റെ നിർബന്ധം കൊണ്ടാണ് നമ്മൾ തിരക്ക് പിടിച്ച് അങ്ങനെ ആക്കിയത്. പക്ഷെ പിന്നെ വാസിക്ക് പിന്നത്തെ ദിവസങ്ങളിൽ കഴിയില്ല കേട്ടോ. അപ്പോൾ ഓളെ പിന്നെ വീട്ടിലോരോ പണിയും കാര്യങ്ങളും പെയിൻറ്റിങ്ങാർ കല്യാണമൊക്കെ ആകുമ്പോൾ അതല്ലേ, പിന്നെ ഓളെ അമ്മായിമ്മ അവിടേക്ക് വരും. പിന്നെ വന്നാൽ പിന്നെ ഉമ്മനെ ടച്ച് വരുന്നതൊക്കെ പാടല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ദിവസം കണ്ടെത്തിങ്ങാണ്ടാണ് ഈ ഒരു ദിവസം നമ്മൾ സെറ്റ് ചെയ്തത് കേട്ടോ. അങ്ങനെ പിന്നെ നല്ലത്താർക്ക് അതുകൊണ്ട് വരാൻ പറ്റില്ല. പിന്നെ വാഷിക്കിൻ്റെ പെണ്ണുങ്ങൾക്ക് അന്ന് വേറെ പരിപാടി ഉണ്ടേനും. അളിയനക്ക് വയ്യാത്തതുകൊണ്ട് വാഷിക്ക് പെട്ടെന്ന് വന്നീനി. അപ്പോൾ ഓന് ഒരു 5 ദിവസത്തെ ലീവിന് അതും വന്നു. പിന്നെ അവർക്ക് തിരക്കാണ്. അപ്പോൾ അവർക്കൊന്നും വരാൻ പറ്റില്ല, അവിടെ ആരും വരാൻ പറ്റിയില്ല. പിന്നെ സിനുവിനും വിനുവിനും അതും വരാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഓരല്ലാത്ത എല്ലാവരും ഉണ്ട്, എൻ്റെ മൂത്തച്ചിയുണ്ട്, ഇവരെല്ലാവരും അതുകൊണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ഏതായാലും ബിരിയാണി വെക്കാം. എല്ലാവരോടും ഉച്ചക്കൊക്കെ ഇങ്ങോട്ട് എത്താൻ പറഞ്ഞു. എല്ലാവരും ഉച്ചക്ക് ചോറ് തിന്നിട്ട് വിടും നമുക്ക് പിന്നെ വീഡിയോസ് ഫോട്ടോസ് എടുക്കാണ്ട് പോവാം. അപ്പോൾ ചോറ് നിന്ന് അവിടുന്ന് വീട്ടിൽ നിന്നൊക്കെ എല്ലാവരും ഇങ്ങോട്ട് എത്തുമ്പോഴത്തേന് എങ്ങനെയാലും ലേറ്റ് ആവും. പിന്നെ മനുവിന് ദേഷ്യം പിടിക്കും. ഇങ്ങനെ വൈകുന്നേരം ആകുന്നതിനനുസരിച്ച് വെയിൽ മങ്ങുമല്ലോ, അപ്പം ഫോട്ടോസും വീഡിയോസും ക്ലിയർ ഉണ്ടാവില്ല. അതുകൊണ്ട് നേരത്തെ തന്നെ ആക്കണം. 3 മണിയാകുമ്പോഴത്തേനും നമുക്ക് ഒറ്റത്തിനും എടുത്ത് എത്തണം എന്നൊക്കെ അങ്ങനെ അവനെങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലാവരോടും അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ വെവയെ നോക്കിയതിന് കേട്ടോ, മുറ്റക്കടിച്ചെല്ലാം ഇനി വെവയെ ആക്കിയതിന്. അതിൻ്റെ ഇടയിൽ വാസി ഒന്ന് വിളിച്ചപ്പോൾ വാസിക്ക് പിന്നെ നല്ലത്താരം വരില്ല എന്നുള്ളത് പറഞ്ഞപ്പോൾ അതൊരു ടെൻഷനായി. പിന്നെ ഞാൻ റിസാനെ പോണതിൻ്റെ മുന്നേ ആക്കാൻ വേണ്ടിയിട്ട് അതിന് ഇങ്ങനെ ആക്കിയത്. മുന്നത്തെ കഴിയൂല്ലേ, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ച ആക്കണമെങ്കിൽ കിഞ്ഞ് പറ്റുമെന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞു. ഓളും ഇങ്ങനെ ഇതായപ്പോൾ ഞാനും ഇങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ നിന്നിട്ടോ. അപ്പം പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ ഇതായില്ല, ഇറച്ചിയൊക്കെ ഞാൻ നേരത്തെ തന്നെ വാങ്ങി വെച്ചിനി. അപ്പോൾ അതുകൊണ്ടൊക്കെ പിന്നെ അതൊരു ടെൻഷനായി. പിന്നെ അങ്ങനെ നിന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് വെച്ചാൽ പിന്നെ ഞാൻ സട്ടുപുട്ടാക്കി വേഗം തന്നെ ആക്കിയിട്ടു. അങ്ങനെ ബിരിയാണിക്കുള്ള മസാലകളൊക്കെ റെഡിയാക്കുകയാണ്. പിന്നെ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും പായസമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ബിരിയാണി ഇതാണ് ലഗോണോണ്ടാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുഴച്ച് വെക്കുന്നതാണ് എനിക്കിഷ്ടം. ലഗോണാകുമ്പോൾ നമ്മൾ കുഴച്ചാണല്ലോ വെക്കുക. അപ്പം അതാകുമ്പോൾ നല്ല ടേസ്റ്റും ആണല്ലോ. ഈ ചിക്കൻ ആകുമ്പോൾ ബിരിയാണിക്കൊക്കെ ഒരു ടേസ്റ്റാണ്. കുറച്ച് ഇറച്ചി ഒന്ന് വേവണം എന്നുള്ളൂ. അപ്പോൾ ആദ്യം ഒന്ന് കുഴച്ച് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടോ. നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതിനനുസരിച്ചാണ് ഈ ഇറച്ചി പദം കൂടും, പെട്ടെന്ന് വേവും ചെയ്യും. ചിലത് കുഴച്ച് വെച്ച് മാത്രം വെക്കും ചെയ്യാം, ഈ കുഴപ്പമില്ല. ഞാൻ ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഒന്ന് വേവിക്കാൻ വേണ്ടി പുറത്താട്ടോ അടുപ്പ് വെച്ചാണ്ട് വെച്ചത്. അകത്ത് പിന്നെ ഞാൻ ചോറിനുള്ള വെള്ളം വെച്ച് അവിടെ അത് വെന്തിട്ട് ഇങ്ങോട്ട് ഇറക്കി കൊണ്ടുവരല്ലോ. പിന്നെ വെള്ളം അവിടെ നിന്ന് വെച്ച് ചോറ് ഊറ്റുമ്പോൾ ബുദ്ധിമുട്ടാണ് കൊണ്ടുവരാൻ വെച്ചാൽ അത് അവിടെ നിന്ന് വേവാനും. പിന്നെ കിച്ചണിൽ പിന്നെ വിറകടുപ്പിൽ ഞാൻ വെള്ളം തിളപ്പിക്കാനും വെച്ച്. അതിൻ്റെ ഇടയിൽ ഗ്യാസിൽ പായസത്തിനുള്ള പാല് കാച്ചുമ്പോഴാണ് ബുഷിയും പൊന്നും ഒക്കെ വന്നത് കേട്ടോ. അപ്പോൾ ഓല് വന്നപ്പോൾ പിന്നെ ബുഷിയാണ് ബാക്കി കാര്യങ്ങളൊക്കെ എടുത്തത്. ഞങ്ങൾ പായസം വെച്ചതൊക്കെ. അപ്പം പിന്നെ പായസത്തിൻ്റെ ലാസ്റ്റ് ഭാഗമാണ് ഈ കാണുന്നത്.
അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആരെങ്കിലും സബ് ചെയ്യാതെ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കണേ. പിന്നെ ഓളെന്ന ഓപ്ഷൻ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓളെന്ന ഓപ്ഷൻ കൊടുത്താൽ ഞാൻ ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ എല്ലാവരും മറക്കണ്ട, സ്കിപ്പ് ചെയ്യാതെ കാണുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റൊക്കെ ചെയ്തേക്കണേ. അപ്പോൾ അതാ പിന്നെ അങ്ങനെ എൻ്റെ കുളി നിസ്കാരം അതിൻ്റെ ഇടയിൽ മോള് വൃത്തി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ. അങ്ങനെ ഓളെ കുളി നിസ്കാരം കഴിഞ്ഞെന്ന് വെച്ചാൽ ഞാൻ പിന്നെ പണി കഴിഞ്ഞാൽ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ ചോറൊക്കെ വിളമ്പാൻ വേണ്ടിയുള്ള പുറപ്പാടാണ്. അതിന് വേണ്ടിയിട്ടുള്ള പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാൻ കേട്ടോ. അപ്പോൾ അതാ രാമനാട്ടത്തെ ടീം എത്തിയിട്ടുണ്ട്. പിന്നെ റിയാന ബസ്സിലാണ്, ബാക്കി എല്ലാവരും ഓട്ടോ വിളിച്ചിട്ടൊക്കെ വന്നതാണ് കേട്ടോ. അങ്ങനെ ഓരൊക്കെ വന്നിരിക്കുമ്പോഴത്തെ ഒരു വീഡിയോ ആണ്. അങ്ങനെ പിന്നെ ഞാൻ ചോറ് അപ്പോൾ മൂത്തച്ചു എല്ലാവരും എത്തിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ ചോറ് വേണം, ചോറ് തിന്ന് കഴിഞ്ഞാൽ നമുക്ക് പരിപാടികൾ നടക്കുള്ളൂ വിചാരിച്ചിട്ട് വേഗം ചോറൊക്കെ ഞാൻ ഒന്ന് റൈസ് വേറെ പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വന്നിട്ട് എല്ലാവരും കൂടെ ചെയ്ത് പാത്രങ്ങൾ എടുത്തക്കലും വെൺപലും എല്ലാം എല്ലാവരും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. വീഡിയോസ് എല്ലാവരും വെച്ചെടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അങ്ങനെതാ റൈസൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. യസീറും പിന്നെ വല്യമ്മായി യസീറ റയ്യാന എല്ലാവരും ഇങ്ങനെ എടുത്ത് വെച്ചും കൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ മക്കള് റിഫും സീലും ഇതാ അപ്പോൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ എടുത്തതാണ്. അവൻ്റെ മൂത്തച്ചി കൈകൊണ്ട് ഇങ്ങനെ ആക്കിയപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മൂത്തച്ചിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയും. അപ്പോൾ ഇതാ കുട്ടികളെല്ലാവരും കൂടെ രസമായിട്ട് എടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ തൈര് ചോറ് ഇതാക്കാം, തൈര് കൂട്ടുണ്ട് ഒരാൾ, ചോറതാ പിന്നെ കൊണ്ടുപോണ്, മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട്, തൈര് ഇതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ അതാ എല്ലാവരും കഴിക്കാൻ കേട്ടോ. അപ്പം പിന്നെ കൊൽക്കത്താത്തൻ്റെ മരുമോന് വന്നിട്ട് ഒരു പണി നേരെ വന്നാണ്. പിന്നെ ഓളും കുട്ടികളും ഇവിടെ അല്ല, അപ്പം ഫുഡ് കഴിക്കാനും പിന്നെ അവിടെ ചോറുകൾ വെച്ചിട്ടില്ല. അപ്പം ഇങ്ങോട്ട് വന്നിട്ട് അപ്പോൾ ഓരൊക്കെ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കുക. അപ്പോൾ നമ്മൾ ഗ്രൂമും വന്നിട്ടുണ്ട് കേട്ടോ. ആഷിഖ് എന്നാണോ അവൻ്റെ പേര്. അപ്പോൾ ഓനോട് ഞാൻ വരാൻ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ട്രിപ്പിൽ ഇരുന്നില്ല, ഞാൻ അന്നേരം എത്തിയില്ല ഇനി. അപ്പോൾ ഇതാണ് ഗ്രൂമും നമ്മളെ ബ്രൈഡും ഗ്രൂമാണ് ഇട്ടത്. അപ്പം കൈക്ക് ഒരു വണ്ടി വന്ന് വീണിട്ട് ചെറിയൊരു ഇതുണ്ട്. അപ്പോൾ കൈ കൊണ്ട് വാരി കഴിക്കാൻ കഴിയില്ല. അപ്പം ഓള് വാരി കൊടുക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞതാ ചോറ് ഇരിക്കാൻ തിന്നാൻ കൂട്ടാക്കിയില്ലേ ഇനി. അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു എന്താ സീലും ഇല്ല, ഞങ്ങളിങ്ങനെ പേടിക്കുന്നു, ഓള് വാരി തരൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കളിയാക്കി. അങ്ങനെ വന്നൊരു 2-3 പിടി ചോറെ തിന്നിട്ടുള്ളൂ കേട്ടോ. ഒരു വൈക്കുന്ന എന്തോ കഴിച്ച് പോകുന്നതാണ്. അങ്ങനെ ഒരു ഫ്രണ്ടും ഉണ്ട് കേട്ടോ കൂടെ, വണ്ടി ഒട്ടാനും വേണ്ടിയിട്ട് ഫ്രണ്ടിനും കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ അങ്ങനെയൊക്കെ കഴിഞ്ഞ് സിലു മാറ്റിയാണ്ട് പിന്നെ ഒക്കെ പൂവും ഇതൊക്കെ വെച്ച് കൊടുക്കാനും മോൾട്ടിയും വീനും ഒക്കെ പാടും. വീനു പറഞ്ഞത് നമ്മളെ കുട്ടിമോൻ്റെ പെണ്ണുങ്ങളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. പിന്നെ അങ്ങനെ മാറ്റിയൊക്കെ വന്നപ്പോൾ പൊന്നുണ്ട് സോഫ മേടിക്കണോന്നെന്തോ കളിയാക്കാണ്. മനു പറയും വേഗം വന്നോളി ഞാൻ നടന്നോളി. പിന്നെ മനു നമ്മളതാക്കുന്നുണ്ട്. അങ്ങനത്തെ എല്ലാവരും കൂടെ ഒറ്റയൊർത്തേക്ക് ഇതാ ഒരു മുന്നിൽ പോയിന് ഞങ്ങൾ വയ്യാതെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ അവിടെ എത്തിയിട്ടുള്ള വീഡിയോസും ഫോട്ടോസിൻ്റെ ഒക്കെ ഓരോ ഭാഗങ്ങളാണ് കാണുന്നത്. അപ്പോൾ സിലുവിന് ആദ്യം ഒറ്റയ്ക്കുള്ള ഫോട്ടോസ്, പിന്നെന്താ ഒറ്റയ്ക്ക് നടന്നു വരുന്ന വീഡിയോസ് അങ്ങനെയൊക്കെ എടുക്കുകയാണ് മനു. പോനാണ്ടോ നമ്മളെ കുടുംബത്തിൽ ഒക്കെ വീഡിയോസും ഫോട്ടോസും എടുക്കാൻ നല്ല ഒരു ഇതുള്ള ആള്. അങ്ങനൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ടോ. പിന്നെ രണ്ടാളെയും കൂടെ ഒക്കെ ഒന്ന് എടുത്ത് ഗ്രൂമിനും ബ്രൈഡിനും കൂടെ എല്ലാവരും ഫോട്ടോസും വീഡിയോസും എടുക്കും കേട്ടോ. ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. പിന്നെ എന്നാലും ഓന് ഒരു കുറച്ച് എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്, അപ്പോൾ ഇഷ്ടമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓന് കൂടുതൽ അതൊന്ന് എഫേർട്ട് എടുത്ത് എടുക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ പിന്നെ അങ്ങനെയൊക്കെ എടുത്തത് അവർ രണ്ടാളെയും കൂടെ വീഡിയോസൊക്കെ എടുക്കുകയാണ് കേട്ടോ. വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ മനുവിൻ്റെ കണ്ണട ഉണ്ട് കയ്യിൽ, അതെന്തോ വെക്കുന്നതിന് വേണ്ടിയാണ് ഓല അങ്ങനെ പറയാണ്. അങ്ങനെ എല്ലാവരും ഓട്ടത്തിന് മുറ്റത്തൊക്കെ ഇങ്ങനെ കളിച്ച് നടക്കുകയാണ് എല്ലാവരും. പിന്നെ വേറെ സെപ്പറേറ്റ് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. പൊന്നുണ്ടല്ലോ, പൊന്നുമൊക്കെ അത്യാവശ്യം ഫോട്ടോ എടുക്കണ പോലെ തന്നെയാണ് കേട്ടോ. പൊന്നും മുത്തൊക്കെ എടുക്കും. അപ്പോൾ ഓരൊക്കെ അങ്ങോട്ട് ഓരോ ഫാമിലീൻ്റെതും അതായത് നല്ലൊരു പ്ലേസ് കിട്ടിയപ്പോൾ എല്ലാവരും അത് മുതലാക്കുകയാണ്. അങ്ങനെ അപ്പുറം പിന്നെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ ഇവിടെ നിർത്താറ് എല്ലാവരും കുറച്ച് പിന്നെ താഴത്ത് കയറിയിട്ട് അവിടെ ഒരു ഊഞ്ഞാൽ, അവിടെ ഒരു ഗാർഡനൊക്കെ പോലതുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ എടുക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ മക്കൾ ഊഞ്ഞാല കണ്ടത്. അങ്ങനെ ഒരു ഊഞ്ഞാലാടുകയാണ്. അപ്പോൾ ഇത്രയുള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.